കോട നിൽക്കണം നോക്കി. അപ്പോൾ നമ്മൾ കുറച്ചിങ്ങനെ നടന്നു വന്നപ്പോൾ വ്യൂ എന്ന് പറയുമ്പോൾ ഇവനാണത്. എന്റെ പൊന്നേ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പാർട്ട് 2 വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ കാലത്ത് എണീറ്റേ ഉള്ളൂ. നമ്മൾ 5:30 എണീറ്റിട്ട് ഇവിടെ ഒന്നും കാണാനുണ്ടായിരുന്നില്ല, കാരണം വെട്ടം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമുക്ക് വെട്ടം വന്നിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 7:15 ആയിട്ടുണ്ട്. ഞാൻ ആ പുറകിലത്തെ വ്യൂ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ബാക്കിലത്തെ കാഴ്ച. തണുപ്പെന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല കേട്ടോ. ആ ഭാഗത്തൊക്കെ കോട ഇറങ്ങുമെന്നാണ് പറഞ്ഞത്, പക്ഷെ ഒന്നും കണ്ടിട്ടില്ല ഇതുവരെ. ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ എല്ലാം കാണുമായിരിക്കും. നമുക്ക് നോക്കാം. എന്തായാലും നമ്മൾ ഇന്നലെ വന്നപ്പോഴത്തേക്കും ആ വഴി നേരെ മുകളിലേക്ക് കയറിപ്പോയി. ആ വഴി നേരെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ മലയുടെ പുറകിലേക്ക് ചെല്ലും, ഈ ഒരു ഏരിയയിലായിട്ട്. ഇവിടെയായിട്ടാണ് നമ്മൾ ഇന്നലെ കാട്ടുപോത്തിനും കണ്ടത്. ഇന്നിപ്പോൾ ഒരു 10:30 ആകുമ്പോഴത്തേക്കും നമുക്ക് വേണമെങ്കിൽ അവിടെ ഒന്ന് പോയി നോക്കാം. എവിടെയാണോ കോട വരണേ? തണുപ്പിട്ടാ? തണുപ്പില്ല, ഒട്ടുമില്ല. ഗ്രേറ്റ് ക്ലൈമറ്റ്. എല്ലാരും ആവശ്യത്തില് തണുത്ത വെള്ളത്തിലേക്ക് കുളിച്ച്. നമ്മൾ ഈ കൊടൈക്കനാൽ പോലുള്ള സ്ഥലത്ത് വരുമ്പോ മാക്സിമം തണുത്തളത്തിൽ കുളിക്കുക. എന്നാലാണ് അങ്ങനെയല്ല, നമുക്കൊരു ഫ്രഷ്നെസ് ഒക്കെ അതിലാ കിട്ടുള്ളൂ. കാക്കു ആണോ? സംശയമില്ല. കുളിച്ചോ? ഞാൻ കുളിച്ചു. സെറ്റല്ലേ? ഹാപ്പി അല്ലേ? ഹാപ്പി. അപ്പൊ ഓരോരുത്തരായിട്ട് എണീറ്റ് വന്നിട്ടുണ്ട്. കാലത്തെ പല്ലിയപ്പും പരിപാടി. നീ എന്നാ വെച്ചു എല്ലാവരിലും കൊണ്ട് നേക്കണ്ടല്ലോ. മഞ്ഞ് വീഴുന്നു. എവിടാ മഞ്ഞ്? ഓ, ഇതായിരുന്നു പിന്നെ മഞ്ഞ്. എന്നെ ഒരു വൈബാലേ, മല നോക്കി പല്ല് കേൾക്കണ്. അതൊക്കെയാണ് വൈബ. കൂപ്പന്റെ 11 മണിക്ക് കഴി കിടന്ന് ഉറങ്ങിയതാ. വൈബാണ് നേരത്തെ കിടന്ന് ഉറങ്ങി. സെക്കൻഡ് വൈബ്. ഞാൻ കൂടെ ഇല്ലാന്ന് പറഞ്ഞ ഒറ്റയ്ക്ക് പോവാ കാട്ടുപോത്തിന്റെ പുറകെ. ഇതാണ് കുഴപ്പം. കൈയൊക്കെ ഒരു ചുക്കിച്ചോളം ഞാൻ മോഡലായി പോയി. എന്താടാ ട്രിപ്പ് നല്ല തിയറി എന്ന് പറഞ്ഞാ? തിയറി പറയടാ. കിടന്നുറങ്ങുക, എണീക്കുക, കുളിക്കുക, കിടന്നുറങ്ങുക, കോട കാണുക, ഭക്ഷണം കഴിക്കുക. ആ ചുണ്ടിലും പല്ലില്ല പേസ്റ്റ് വെച്ചാൽ പറയണ പറിച്ചിട്ട് വെക്കുക. അപ്പൊ കാത്തിരിപ്പിന് വിരാമമായിട്ട് കോട കയറി തുടങ്ങിയിട്ടുണ്ട്. ചങ്ങായി ഇത് അവിടം വരെ ആയിട്ടുണ്ട്. ഇനി അതിങ്ങനെ വന്ന് ഇവിടെ എത്തും. അപ്പൊ ഇവിടെ എത്തുമ്പോ ഏകദേശം ഒരു 11 മണി ആവൂലേ. നമ്മളെല്ലാരും ഒന്ന് നടക്കാൻ ഇറങ്ങിയേക്കാണ്. ഞാൻ ഇപ്പൊ ആദ്യം കാണിച്ചു തന്ന വഴിയില്ലേ, ആ വഴി കൂടെ നടന്നിട്ട് വരാം. എന്താ മേളിലെന്ന് നോക്കണം. നാക്കൊക്കെ എന്താ പോലെ ആവണ. നമുക്കിനി മലയൊക്കെ ഒന്ന് കയറിയിട്ട് വേണം ഫുഡ് കഴിക്കാനായിട്ട് പോകാനായിട്ട്. കയറി ക്ഷീണിച്ച് കഴിഞ്ഞിട്ട് തൊണ്ടവേനയുടെ മരുന്നും വാങ്ങണം. തൊണ്ടവേന അസലായിട്ട് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഏരിയയിൽ ആദ്യം വന്ന് നമ്മൾ മഞ്ഞ് കണ്ടില്ലായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഇത് ഇവിടെ വന്നു. ഇനി അത് ഫുള്ള് നമ്മുടെ അടുത്തേക്ക് വരും. അപ്പോൾ ഏകദേശം അടുത്തെത്താറാൻ തോന്നണ്. ഇനി ഇതൊക്കെ എപ്പോൾ വരാനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിടുത്തം ഉണ്ടാവില്ല. അപ്പോൾ ഇത് എല്ലാവരും ഇവിടെ ഇപ്പം ഉണ്ട്. അപ്പോൾ കാലത്തെ വിശപ്പ് കയറ്റാനായിട്ട്
സബർ ജെല്ലി. അല്ല, ഞാൻ പുറത്തു പോയി കഴിക്കുന്ന മാർക്കറിയാം. പറ്റില്ല, ഫുഡ് ഇല്ലാണ്ട് എനിക്ക് പറ്റില്ല. അവിടെ ഇവിടെ കുഴിമന്തി കിട്ടുവാ. ഇന്നലത്തെ ചിക്കൻ അത് കൊള്ളായിരുന്നു കേട്ടോ. കാരണം 10 മണിക്കായാലും നമ്മൾ കടയിൽ പോവുള്ളൂ. കാരണം ചായ കുടിക്കണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ അതുവരെ കുടിക്കാനുള്ള ഒരു സെറ്റപ്പ് രീതിയിൽ നോക്കിയാൽ മതി. ഇത് ഇപ്പൊ തന്നെ 5-8 ആയത് ഇന്ന്. നല്ല രീതിക്ക് മഴ വേണ്ട കേട്ടോ. ഫോണൊക്കെ നനഞ്ഞു തുടങ്ങി. അപ്പോൾ ഞാൻ ഈ ടോപ്പിൽ നിന്നുള്ളൊരു വ്യൂ കാണിച്ചു തരാം. കോട എന്ന് പറഞ്ഞാൽ കോടയാണ്, കോട. എൻ്റെ അമ്മേ നോക്കി. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നമ്മൾ ഇത്ര നേരം വെയിറ്റ് ചെയ്തിട്ടാണ് കിട്ടി കേട്ടോ. അങ്ങനെ കോട കൊണ്ട് മൂടി ഇവിടെ. പാക്കുച്ചിരി മുമ്പോട്ട് നിന്നാ കണ്ടാ ഏനെണ്ടാ തണുപ്പോ? 13 കാണിക്കണ വെതറില്. 13 കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓ, നിനക്ക് പിന്നെ ഫ്രിഡ്ജിൽ കയറി ഇരിക്കലാന്നാ. ബാക്കി എല്ലാവരും കൊഞ്ചായിട്ട് അകത്ത് കിടപ്പുണ്ട്. അതേ തന്നെ ഒരു കൊഞ്ച്. കൊഞ്ചേ പുറത്തു പോയി നോക്കടി അവിടെ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ കാലത്തെ ഭക്ഷണം കഴിപ്പും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വന്നിരിക്കുന്നത് വട്ടക്കനാൽ എന്ന് പറയുന്ന ഒരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മഴ എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മളിവിടെ വന്നു. കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇറങ്ങാൻ നല്ല പാടായിരിക്കും. അതുപോലെ തന്നെ നല്ല കുത്തിയൊലിക്കുന്ന വെള്ളച്ചാട്ടം പോലെ ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ ചെറിയൊരു വെള്ളച്ചാട്ടമാണ്. അത് നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടാണ് നമ്മുടെ മെയിൻ സ്പോട്ടിലേക്ക് നമ്മൾ പോകുന്നത്. മെയിൻ സ്പോട്ട് ഇവിടെ നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ അപ്പുറമാണ്. ഡോൾഫിൻ നോസ് എന്നാണ് മെയിൻ സ്പോട്ടിൻ്റെ പേര്. ഒരു ട്രക്കിംഗ് ആണ്, ഏകദേശം ഒരു 2 കിലോമീറ്ററോളം വരുന്ന ഒരു ട്രക്കിംഗ് ആണ്. അപ്പോൾ ഇതിന് ശേഷം എന്തായാലും നമുക്കതൊന്ന് പോയി കാണാം, എക്സ്പ്ലോർ ചെയ്യാം, അടിച്ച് പൊളിക്കാം നമുക്ക്. എങ്ങനെയുണ്ട്? അപ്പൊ ഇവിടെ ജസ്റ്റ് വേറെ കാഴ്ചകളും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒരു വെള്ളച്ചാട്ടം മേളിൽ, നമുക്ക് മേളിൽ നിന്ന് വരുമ്പോഴത്തേക്കും വന്ന റൂട്ടിൽ ഈ വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിത് ആ മേളിൽ ആ വണ്ടി പോകുന്ന സ്ഥലത്ത് കൂടിയാണ് ഇവിടെ വന്നത്. പിന്നെ നമ്മൾ ആ വണ്ടി നിർത്തിയുണ്ടോ, അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി 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 ഇവിടെ വരും. പിന്നെ നമുക്ക് അങ്ങോട്ടേക്കൊക്കെ പോകാൻ പറ്റുമെന്നറിയില്ല. പിന്നെ അവിടുന്ന് താഴത്തേക്ക് നമുക്ക് നടക്കാം. അങ്ങനെ വട്ടക്കനാലിലെ കാഴ്ചയ്ക്ക് ശേഷം നമ്മൾ നേരെ പോയത് ഡോൾഫിൻ നോസ് പോയിന്റ് ട്രക്കിങ്ങിലേക്കായിരുന്നു. അപ്പോൾ 2 സൈഡും പുല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് താഴത്തേക്കുള്ളൊരു ട്രക്കിംഗ് ആണ് ഡോൾഫിൻ നോസ്. ഇവിടെ നമുക്ക് 3 പോയിന്റ് ഉണ്ട്. ഒന്നൊരു മൗണ്ടൻ വ്യൂ പോയിന്റ്, പിന്നെ നമ്മുടെ ഡോൾഫിൻ നോസ് പോയിന്റ്, പിന്നെ നമുക്ക് വരുന്നത് എക്കോ പോയിന്റ്. ഈ എക്കോ പോയിന്റും കൂടി കൂടിച്ചേരുമ്പോഴാണ് ഏകദേശം 2.5 കിലോമീറ്ററോളം വരുന്ന ഒരു ട്രക്കിംഗ് വരുന്നത്. 2 കിലോമീറ്റർ 2.5 കിലോമീറ്റർ അതിനിടയിലാണ് ഈ ട്രക്കിംഗ് വരുന്നത്. അപ്പോൾ നമുക്ക് സമയമുണ്ടെങ്കിൽ നമ്മൾ എക്കോ പോയിന്റും കൂടി പോകും, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡോൾഫിൻ നോസ് വരെ പോകുള്ളൂ. നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ നേരെ തിരിച്ചു പോരും. രണ്ട് സൈഡും നല്ല പുല്ലിക്കൂടെ. ഇവിടെ വീടൊക്കെ ഉണ്ട് കേട്ടോ. സമ്മതിക്കണോട്ടോ ഈ വീട്ടിൽ താമസിക്കണവരെ. ഇപ്പം എങ്ങനെ ഇരിക്കണം? അപ്പോൾ ഈ കടയിട്ടവർ ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടല്ലോ.
ഇവിടെ ഒരു പക്ഷേ എല്ലാത്തിനും വില കൂടുതലായിരിക്കും ഇവിടെ, കാരണം ഇത്രയും താഴ്ചയിലേക്ക് തന്നെയല്ലേ. ഒരു പക്ഷേ അതൊരു കൂടുതലായിട്ട് ചിലപ്പോൾ നമുക്ക് തോന്നില്ല ഇനിയിപ്പോൾ ഒരു വെള്ളമൊക്കെ പിടിച്ച് കുടിക്കുകയാണെങ്കിൽ. അപ്പോൾ ഇങ്ങോട്ടിന് വഴിയുണ്ട്, നമുക്ക് ഇവിടെ ഒരു ഡ്രോപ്പ് പോയിൻ്റ് പോലെ ഉണ്ട്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ഒരു മൗണ്ടൻ വ്യൂ എന്നാണ്. നമ്മൾ വേറെ സ്ഥലം കൂടി ഉണ്ട്, അത് താഴെ വരുന്ന. ഇവിടെ ഫുള്ള് കോട, ഒരു രക്ഷയില്ല. പക്ഷേ ഈ കോട എന്നൊരു ഒരു തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. നമ്മൾ ചിലപ്പോൾ നടന്നിറങ്ങിയതിൻ്റെ ഒരു ചൂട് നമ്മുടെ മേത്തുണ്ടാവുമല്ലോ. ഇവരെല്ലാവരും ഇവിടെ ഇരിപ്പുണ്ട്. ഇത് അട്ട ചെയ്തപ്പോൾ ഉണ്ടോ? കുപ്പ നിന്റെ ചോര അട്ടക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവനെ തന്നെ ഇന്നലെ കടിച്ചേ, ഇവന് ഇന്ന് വീണ്ടും കടിച്ചു. അപ്പം പിന്നെ കുറച്ച് നമുക്ക് ഇവിടെ നേരെ താഴത്തേക്ക് ഇറങ്ങാം. ഇച്ചിരി നേരം ഇവിടെ നിന്ന് റെസ്റ്റ് എടുത്തിട്ട് ഇറങ്ങാം, ആ തിരക്കൊക്കെ ഒന്ന് കഴിയും. അപ്പോൾ അതെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമുക്ക് ചെറിയൊരു തിരുത്തുണ്ട്, 1 കിലോമീറ്ററും കൂടിയല്ല, 1.5 കിലോമീറ്റർ കൂടി ഉണ്ട് താഴത്തേക്ക്. നമ്മൾ ഏകദേശം 600 മീറ്റർ എന്തോ ആയിട്ടുള്ളൂ. അപ്പോൾ ഇനിയും ഒരുപാടുണ്ട് താഴത്തേക്ക് പോകാനായിട്ട്. ഇത് തിരിച്ച് വരണമെന്നാണ് തോന്നുന്നത് ട്രക്കിംഗ് എന്ന് പറയണേ. അപ്പോൾ ഇതേ വീഡിയോ എടുത്തുകൊണ്ട് പോകണ്ട മുന്നിൽ. ഈ സൈഡിലൊരു വ്യൂ ഉണ്ടോ? ഇതിൻ്റെ തന്നെ ഒരു വേറെ വ്യൂ ആയിരിക്കും നമ്മൾ താഴെ ചെല്ലുമ്പോൾ കാണുന്നത്. മഴ പെയ്തുകൊണ്ട് അത്യാവശ്യം കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊള്ളാട്ടോ, നമ്മൾ ഒരു 2 കാടിൻ്റെ ഇടയിൽ കൂടിയൊക്കെ നടന്ന് ചില്ലായിട്ട്. ഞാനുണ്ടോ ഇതുവരെ നടന്നിട്ട് എങ്ങനെയുണ്ടോ? എൻ്റെ ഒരു പോവും, ഞാൻ തരാന്ന. അപ്പോൾ ഞാൻ കുപ്പൻ എൻ്റെ ബെൽറ്റ് ഒന്ന് ഊരി കൊടുക്കട്ടെ. അപ്പോൾ മാനിച്ച് കഴിഞ്ഞെങ്കിൽ ഞാൻ അവിടെ നിൽക്കാം, എന്നിട്ട് ഒരു തരാം. അപ്പോൾ നമ്മൾ കുറച്ചിങ്ങനെ നടന്നു വന്നപ്പോൾ വ്യൂ എന്ന് പറയുമ്പോൾ നട്ട കയറിയോ? പോണ വഴിക്ക് ഒരു ചെറിയൊരു പണി. എൻ്റെ വ്യൂവിൻ്റെ ഇടയിൽ കയറിയാൽ വ്ളോഗ് ചെയ്യണമൊക്കെ. വ്യൂ ഒക്കെ അടിപൊളിയാണ്. അടുത്ത വ്ളോഗർ അത് ശരി, നീറിന വീഡിയോ ഒന്ന് അടിച്ചു കയറ്റിട്ട് വേണം എനിക്കിടെ. ഇതാണ് അപ്പോൾ ഈ ഒരു സൈഡിലെ വ്യൂ. പിന്നെ മേളിലേക്ക് ഉണ്ട്, പക്ഷെ നമുക്ക് മേളിലേക്ക് ഇപ്പോൾ കേട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. ആരും പോണേ കണ്ടില്ല, എല്ലാവരും കണ്ടോ താഴത്തേക്കാണ് പോകുന്നത്. അപ്പം നമുക്കും അവരുടെ കൂടെ താഴത്തേക്ക് തന്നെ പോവാം. ഫുള്ള് കോട കേട്ടോ താഴത്തേക്ക്. പക്ഷെ നമ്മുടെ അടുത്തേക്ക് ഒരു തരിയില്ല, എല്ലാം മരം തടുത്ത് നിർത്തിയതാണ്. ഞങ്ങളൊക്കെ ഒന്നും വന്നില്ല. പിന്നെ കുറേ പേര് ഇതേ അവിടെ പോയി നിൽപ്പുണ്ട്, നമുക്കും അവിടെ പോയി നിൽക്കാം. ഇതെന്തൊരു കഷ്ടമാണെന്ന് നോക്കി, മേളിൽ കോട, താഴെ കോട, നടക്കുന്ന ഒരു കുഴപ്പമില്ല. ആണോ, മേളിലുണ്ട് താഴെയുണ്ട്, നടക്കണ വഴി ചുമ്മാ വിജനമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ വന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോൾഫിൻ നോസ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് താഴെ. അപ്പോൾ അത് കാണാനാണ് വന്നത്. അപ്പോൾ എല്ലാവരും പറയണ കേട്ട് വെച്ചിട്ട് ഇത് ഈ കാണുന്നതെന്നാണ് ഡോൾഫിൻ നോസ് എന്ന് പറയണേ. എല്ലാവരും ആ മൂലയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പോയേക്കുണ്ട്. നമുക്ക് ആ നീല ടർപ്പൻ്റെ അവിടെ പോയി എന്നിട്ട് വീഡിയോ എടുക്കാം. ഇപ്പോൾ ഏകദേശം തണുപ്പുണ്ട് കേട്ടോ, ഫുള്ള് കോടയാണേ. ശരിക്കും പറഞ്ഞാൽ കോടയുടെ ഇടയിൽ പോയൊന്നും കിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഔട്ട് ഓഫ് ഫോക്കസ് ആവണ്ടേ. അമ്മമാരൊക്കെ അവിടെ പോയിട്ടുണ്ട് കേട്ടോ. ഞാനില്ല, എനിക്ക് ശകലം ഭയമെടുക്ക്.
ഈ ഒരു സൈഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. നമ്മൾ വന്ന വഴി എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെ പോകും. കൊള്ളാട്ടോ, നടന്നിറങ്ങിയതിന് ഒരു ചെറിയ കാഴ്ച. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന കോടേനേക്കാളും കുറച്ചുകൂടി സ്പ്ലിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറി വരുന്നുണ്ട്. ഇത് ഈ സൈഡ് കണ്ടോ, ഈ സൈഡിൽ കോട ഇങ്ങനെ കയറുന്നുണ്ട്. നമുക്ക് ആ സൈഡിൽ കാണാൻ പറ്റും. എന്തായാലും ഇവിടുന്ന് അവന്മാരൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അവന്മാർ വന്നു കഴിയുമ്പോൾ നമുക്ക് ആ പുറകിലേക്കുള്ള വഴി കൂടെ ഒന്ന് നടന്നു പോയി നോക്കാം. കാരണം ഞാൻ ഇറങ്ങാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ രണ്ടുപേരും ചെരുപ്പ് ഇതാണ്, കലാഞ്ചിയാണ്. അപ്പോൾ അതും വെച്ചുകൊണ്ട് ഇറങ്ങണം ഭയങ്കര റിസ്ക്കാണ്. അതിനൊട്ടും ഗ്രിപ്പില്ല. നമ്മൾ ആ മൂലയിലും അവിടെ ഇവിടെയൊക്കെ പോയി വെക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് തെന്നിയാലും മതി. കയ്യിൽ ഫോണോ അല്ലെങ്കിൽ ഹെൽമെറ്റോ എന്തെങ്കിലും താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ പിന്നെ അവിടെ പോകണ്ട, ഇവിടെ നിന്നുള്ള വിഷ്വൽസ് ആയിക്കോട്ടെ എന്ന് വെച്ച്. പിന്നെ അവിടെയൊക്കെ പോയി നടത്താൽ പിന്നെ മേലെ വീട്ടിൽ നിന്ന് ഒരു സ്ഥലത്തേക്കും വിടത്തില്ല, അത് വേറെ കാര്യം. നേരത്തെ അവിടെ കോടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അവിടെ നിന്ന് ഇപ്പോൾ മാറി കോടയൊക്കെ. നമുക്കത് നല്ല രീതിക്ക് മഴ പൊടിയുണ്ട് കേട്ടോ. കോട നിൽക്കണം നോക്കി. ഇതേപ്പോൾ നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ നേരെ നമ്മുടെ റൂമിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ശരിക്കും ടയേർഡായി പോയി. കാരണം ആ ട്രക്കിങ് കഴിഞ്ഞപ്പോൾ പല സ്ഥലത്തും പോകാനായിട്ടിരുന്ന, പക്ഷേ നമ്മൾ ട്രക്കിങ് കഴിഞ്ഞതോടെ നമ്മൾ മടുത്ത് അട്ടയൊക്കെ അടിച്ച് ആകെ ശോകമായി. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, നേരെ വീട്ടിലേക്ക് തന്നെ പോകുന്നു. വീട്ടിൽ വന്നപ്പോൾ ഇതാണ് അവസ്ഥ. വീട് മൊത്തം കോടയിൽ മുങ്ങി വെക്കുമായിരുന്നു, ഒരു രക്ഷയില്ല. അപ്പോൾ ഇത് ഞാൻ നമ്മളാദ്യം നടന്നു വന്ന വഴിയാണ് കാണുന്നത്. ആ വഴി കൂടെ ഒന്ന് നടന്നിട്ട് വരാം ജസ്റ്റ്. കാരണം ഇരുട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വഴി നമുക്ക് പോകാൻ പറ്റില്ല. കാരണം കാട്ടുപോത്തുണ്ടാവും. ആ പന്നികൾ മേളിലുണ്ട്, അവിടെ ഒച്ചയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ നേരത്തെ. അപ്പം അവരിറങ്ങണതിന് മുമ്പ് ഞങ്ങൾക്കൊന്ന് ഇറങ്ങണം ഇവിടെ. അപ്പം ഞങ്ങളൊന്ന് നടന്നിട്ട് വരാം. കാട്ടുപോത്ത് 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 കിട്ടി 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 കിട്ടി. കാട്ടുപോത്തിനെ കണ്ടിട്ടാ. അയ്യോ, എവിടെ 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 ദേ 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 പോണു ചെങ്ങായി. എവിടെ? പക്ഷെ ആദ്യം ഞാൻ വീഡിയോ ക്ലിക്ക് ചെയ്തോളാ, എക്സൈറ്റ്മെന്റ് വിളിച്ചു വരുത്താ. എടാ ഓടിയടാ. അപ്പൊ നമ്മളിത് കാട്ടുപോത്തിനെ കണ്ടുകൊണ്ട് നമുക്ക് വീഡിയോ എൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ നേരെ ഓടിപ്പോയി. ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടു കാണുള്ളൂ, ജസ്റ്റ് പുള്ളി ക്രോസ് ചെയ്ത് പോണത്. പക്ഷെ ആദ്യമേ ഞാൻ വീഡിയോ ക്ലിക്ക് ചെയ്യാൻ മറന്നുപോയി. അത് നല്ലൊരു വ്യൂ ആയിരുന്നു. പുള്ളിയുടെ ബാക്കിൽ നിന്നുള്ളൊരു വ്യൂ ആണ്, എങ്കിലും പുള്ളി ഭയങ്കര സൈസ് പുള്ളിയായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല. പുള്ളി ഇനി താഴത്തേക്ക് എന്തായാലും ഇറങ്ങി വരില്ല, കാരണം അത് ആ ഒരു ഉറപ്പ്. എടാ പാക്കു, ഇവനാണത്. എന്റെ പൊന്നേ, എടാ പാക്കു പോകണ്ട രാത്രോ. തിരിച്ചോ സൂം ചെയ്തെടുത്താൽ മതി. ഇവന്മാരൊക്കെ പറയും എൻ്റെ ഒടുക്കത്തെ കരിനാക്കാണ്, ഒരു രക്ഷയില്ലാത്ത കരിനാക്കാണ്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും ആ പണ്ടാനം പിടിച്ച സാധനം പുറത്തേക്ക് ഇറങ്ങി വരില്ല എന്ന് പറഞ്ഞ് നാവ് എടുത്തില്ല. ആ സാധനം താഴ്ത്തു വന്ന്. ഇപ്പം ദേ അത് വന്ന വഴിയാണ് ഞാൻ നിൽക്കണേ. ദേ ആ വഴി കൂടെ അതങ്ങ് ഇറങ്ങിപ്പോയി. എടാ എൻ്റെ നാക്കിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ശരിക്കും ഞാൻ ചിലപ്പോൾ പറയും, എടാ ഇന്ന് മഴ പെയ്യാൻ ഒരു ചാൻസും ഇല്ല, നിങ്ങൾ ധൈര്യമായിട്ട് കളിക്കാൻ പോകുമെന്ന് പറയും. അമ്മമാർ കളിക്കാൻ ബൂട്ടൊക്കെ ആയിട്ട് ഗ്രൗണ്ടിൽ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ മഴ പെയ്യും. അവിടെ കളിക്കാൻ വന്ന 14 വരെ എന്നെ തന്നെ തെറി പറയും. എന്തോ കുഴപ്പമുണ്ട് കേട്ടോ. ഇതിപ്പോൾ കറക്റ്റ് ഞാൻ ആ നേരത്തെ കാണിച്ച വീഡിയോ ആ വീഡിയോ പറഞ്ഞ് എൻ്റെ ഇത് തീർക്കാൻ ഓർത്തങ്ങ് നിൽക്കുമായിരുന്നു. അന്നേരമാണ് ഈ താഴത്തേക്ക് സാധനം വന്നത്. ഒയ്യോ, അപ്പൊ താഴത്തേക്ക് ഇറങ്ങില്ല എന്നൊന്നും പറയണില്ല കേട്ടോ, കാരണം ഇതതിന്റെ വഴിയാന്ന് തോന്നണ്. നേരെ ദേ ആ കാട്ടിലിട്ടോ സിമ്പിളായിട്ടോ. പുള്ളി ആരെ ആക്രമിച്ചു അങ്ങനെയൊന്നുമില്ല, പറയാൻ പറ്റില്ല കേട്ടോ. ഞാനിപ്പോ പറയാൻ ആരെ ആക്രമിച്ചൊന്നുമില്ല, ഇപ്പൊ തന്നെ ഒരു മാറിയെന്നോ ചിലപ്പോ. ഞാനൊന്നും മിണ്ടല്ല. അപ്പൊ ശരി, ബൈ ബൈ. അയ്യോ, പറ്റിയ ഓടാന്നുള്ള രീതിയിലാട്ടോ ഞങ്ങൾ നിക്കണേ. അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഓടിക്കോട്ടോ. പാവം എന്താ പുല്ലൊക്കെ തിന്നോണ്ടിരിക്കുവാണ്. പുള്ളി പോവാട്ടോ. പോയി പുള്ളിയുടെ ഏരിയ കേട്ടോ അത്. അപ്പൊ ഈ വഴി പുള്ളി അങ്ങ് ഇറങ്ങി നേരെ ദേ പോകുന്നു. തിരിഞ്ഞു നോക്കണം.
എന്തായാലും ഇന്നത്തെ സ്റ്റേ എടുത്തത് എക്സ്ട്രാ എടുത്ത് അടിപൊളി, ഒരു രക്ഷയില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനിയും പുതിയ പുതിയ കാഴ്ചകളായിട്ട് അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ. ജാക്കറ്റ് കയറിയില്ലടാ, കഴിക്കൊന്നും പറ്റിയില്ല. തൊട കാണിച്ചേ, എടാ തൊടയിലൊന്നും